അമ്മു ആരുടെയോ ബൈക്കിൽ കയറി പോകുന്നത് കണ്ട് ഹരി പകച്ചു നിന്നുപോയി. പിന്നീട് അവൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് സൈറ്റ് സൂപ്പർവൈസറോട് അവനെ കാറിനടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹരി സൈറ്റ് സൂപ്പർവൈസറുടെ ബൈക്കിൽ കാറിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇളനീർ കടയുടെ മുന്നിൽ ഒരു ഇളനീരിൽ നിന്ന് സ്ട്രോ വെച്ച് അമ്മുവും ദീപകും പരസ്പരം നോക്കി നിന്ന് ഇളനീർ കുടിക്കുന്നത് ഹരി കണ്ടു. അവൻ സൈറ്റ് സൂപ്പർവൈസറോട് ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു. സൂപ്പർവൈസർ ബൈക്ക് നിർത്തിയപ്പോൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഹരി അമ്മുവും ദീപകും ഇളനീർ കുടിക്കുന്നത് വീഡിയോ എടുത്തു. ഇളനീർ കുടിച്ചു കഴിഞ്ഞ് അമ്മു അതിൻ്റെ ക്യാഷ് കൊടുത്തു. അപ്പോൾ ഹരി സൂപ്പർവൈസറോട് അവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അമ്മുമ്മയുടെ അല്ലേ അത് സർ? സൂപ്പർവൈസർ ചോദിച്ചു. നിങ്ങൾ ഇത് ആരോടും പറയണ്ട, ഹരി പറഞ്ഞു. എന്നിട്ട് അവർ അവിടുന്ന് പോയി. ദീപക് ബൈക്കിൽ കയറാൻ വരുമ്പോൾ അമ്മുവിനോട് പറഞ്ഞു, എത്ര ദിവസമായി നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടിട്ട്? നിനക്ക് സമ്മതമില്ലാത്തതുകൊണ്ടാ? അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഐസ്ക്രീം പാർലറിൽ പോയി സ്വസ്ഥമായി ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കായിരുന്നു, ദീപക് പറഞ്ഞു. അതൊന്നും വേണ്ട ദീപക്, അയാൾ കാറിനടുത്ത് എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം, അമ്മു പറഞ്ഞു. നീ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്ക്, അപ്പോൾ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാലോ, ദീപക് പറഞ്ഞു. ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയ വീട്ടിലെത്തേണ്ട സമയം ഏട്ടൻ അറിയാം. ആ സമയത്ത് ഏട്ടൻ വിളിച്ചു ചോദിക്കും ഞാൻ എത്തിയോന്ന്. പിന്നെ നമ്മൾ ദിവസവും ഫോണിൽ സംസാരിക്കുന്നതല്ലേ ദീപക്, അമ്മു ചോദിച്ചു. ഫോണിൽ സംസാരിക്കുന്നത് പോലെയാണോ നേരിട്ട് കണ്ണിൽ നോക്കി നിന്ന് സംസാരിക്കുമ്പോൾ, ദീപക് ചോദിച്ചു. വീഡിയോ കോളിൽ വരുമ്പോൾ എൻ്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്ന് സംസാരിച്ചോ. ഇപ്പം നീ വണ്ടിയെടുക്ക്, അയാൾ വേഗം നടന്നു വരും, അമ്മു പറഞ്ഞു. അച്ഛനെ ഏട്ടനെയും പേടിച്ചാൽ പോരെ, ഓഫീസിലെ ജോലിക്കാരനെയും പേടിക്കണോ, ദീപക് ചോദിച്ചു. അയാൾ നമ്മളെ കണ്ടാൽ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും, നീ വേഗം പോ, അമ്മു ബൈക്കിൽ കയറിയിരുന്ന് പറഞ്ഞു. ദീപക് അവിടുന്ന് ബൈക്ക് എടുത്തു. കാറിനടുത്തെത്തി ബൈക്ക് നിർത്തിയപ്പോൾ ഹരി കാറിൻ്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്നത് കണ്ട് അമ്മു ഞെട്ടി. ദീപക്, നീ പൊയ്ക്കോ, ബൈക്കിൽ നിന്നിറങ്ങി അമ്മു പറഞ്ഞു. അടുത്ത സൈറ്റിലേക്ക് പോയാലും അയാൾ ഇത് തന്നെ ചെയ്യില്ലേ, അപ്പോൾ പിന്നെ ഞാൻ പോണോ, ദീപക് ചോദിച്ചു. ദീപക്, ഈ കാറിൽ ചാരി നിൽക്കുന്നതാ അയാൾ. നമ്മളെ അയാൾ കണ്ടു കഴിഞ്ഞു, ഏട്ടനോട് പറഞ്ഞു കൊടുക്കും, നീ പൊയ്ക്കോ, അമ്മു പറഞ്ഞു. എങ്കിൽ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്, എന്ന് പറഞ്ഞ് ദീപക് അവിടുന്ന് പോയി. അവൾ കുറച്ച് പേടിയോടെ ഹരിയുടെ അടുത്തേക്ക് വന്നു. ആരാത്, ഹരി ചോദിച്ചു. അത് എൻ്റെ ഒരു ഫ്രണ്ടാ, അമ്മു പറഞ്ഞു. ഫ്രണ്ടോ, ഹരി ചോദിച്ചു. അതെ, ഫ്രണ്ട് തന്നെ. അവൻ്റെ വീട് ഇവിടെ അടുത്താ. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ കാണാൻ വന്നതാ, അമ്മു പറഞ്ഞു. നിനക്ക് അവനുകൂടുള്ള ഇളനീർ വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലായിരുന്നോ? ഇതാണോ ഫ്രണ്ട്ഷിപ്പ്, എന്ന് ചോദിച്ച് ഹരി അവനെടുത്ത വീഡിയോ അമ്മുവിന് കാണിച്ചു കൊടുത്തു. അത് കണ്ട് അമ്മു ഒന്ന് ഞെട്ടി. പ്ലീസ് അതൊന്ന് ഡിലീറ്റ് ചെയ്യൂ, ഏട്ടൻ കണ്ടാൽ ഞങ്ങളെ കൊല്ലും, പ്ലീസ് ഏട്ടനെ കാണിക്കല്ലേ, അമ്മു അപേക്ഷിക്കും പോലെ പറഞ്ഞു. നിന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ പേടിക്കുന്നത്, ഹരി ചോദിച്ചു. അത് പ്ലീസ് ഏട്ടൻ കാണണ്ട, അതൊന്ന് ഡിലീറ്റ് ചെയ്യൂ, അമ്മു പറഞ്ഞു. ആരാ അവൻ, ഹരി ചോദിച്ചു. അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ, അമ്മു പറഞ്ഞു. അത് മനസ്സിലായി, ബാക്കി ഡീറ്റെയിൽസാ ചോദിച്ചത്, ഹരി പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ചിരുന്നതാ ദീപക്, അമ്മു പറഞ്ഞു. അവൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, ഹരി ചോദിച്ചു. അതൊക്കെ എന്തിനാ നിങ്ങളറിയുന്നത്, അമ്മു കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കറിയൊന്നും വേണ്ട, ഈ വീഡിയോയ്ക്ക് വല്ല ഉപകാരം ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ, ഹരി പറഞ്ഞു. അയ്യോ വേണ്ട, അത് ടൗണിൽ ഗീത സ്വീറ്റ്സ് ഷോപ്പ് നടത്തുന്ന ബാലു അങ്കിളിൻ്റെ മകനാ, അമ്മു പറഞ്ഞു. നിന്റെ അച്ഛനും ഏട്ടനും നിന്നെ വല്ല രാജകുമാരനെയും കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. നീ ചെയ്യുന്നതോ, ഹരി ചോദിച്ചു. നിങ്ങളൊരു നല്ല എൻജിനീയർ അല്ലേ, നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ നല്ല വിദ്യാഭ്യാസവും സാമ്പത്തികവും ഉള്ള പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണമെന്നുണ്ടാകും. എന്നാൽ നിങ്ങൾ പ്രണയിക്കുന്നതോ വെറും +2 യോഗ്യതയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു പെണ്ണിനെ. പ്രണയെന്ന് പറയുന്നത് അങ്ങനെയാ, പണവും പ്രശസ്തിയുള്ള ആളാണോ എന്ന് നോക്കിയല്ല മനസ്സിൽ ഒരാളോട് പ്രണയം തോന്നുന്നത്, അമ്മു പറഞ്ഞു. എൻ്റെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തമാണ്. സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ലെന്ന് നിനക്ക് തന്നെ അറിയാം. നിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും നിന്റെ അച്ഛനും ഏട്ടനും കൂടിയാണ്. എൻ്റെ അച്ഛൻ മക്കളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു സാധാ വില്ലേജ് ഓഫീസറാ. നിന്റെ അച്ഛൻ കോടീശ്വരനായ ഒരു ബിസിനസ്മാൻ. രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ബിസിനസ് ചെയ്യുന്നവർ എപ്പോഴും ലാഭം മാത്രമേ മനസ്സിൽ കാണുള്ളൂ. അത് മക്കളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അത് നിനക്കും അറിയാം.
അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ഏട്ടൻ കണ്ടാൽ കൊന്നുകളയുമെന്ന് പറയുന്നത്. എന്തിനാ പിന്നെ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു പ്രണയം? ഹരി ചോദിച്ചു. അച്ഛൻ ഏട്ടന് എപ്പോഴും ബിസിനസ്, പണം എന്നൊറ്റ ചിന്തയേ ഉള്ളൂ. അല്ലാതെ വീട്ടിലുള്ളവരുടെ മനസ്സ് കാണാൻ അവർ ശ്രമിക്കാറില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വന്തമായി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അച്ഛനോ ഏട്ടനോ എനിക്ക് വേണ്ടി കണ്ടെത്തുന്ന ആളും ഇതുപോലെ കോടീശ്വരനോ ബിസിനസ്മാനോ ആയിരിക്കും. അയാളും അവരെപ്പോലെ ബിസിനസ്സിനെയും പണത്തിനെയും സ്നേഹിക്കുന്ന ആളായിരിക്കും. എനിക്ക് ലൈഫ് പാർട്ട്ണറായ ആവശ്യം എന്നെ സ്നേഹിക്കുന്ന ആളെയാണ്, അല്ലാതെ പണത്തിനെയോ ബിസിനസ്സിനെയോ സ്നേഹിക്കുന്ന ആളെയല്ല. ദീപക് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ദീപകിനെയും. ഞങ്ങളുടെ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇതുപോലെ വിവാഹം ചെയ്യാതെ ഇരിക്കുന്നേ ഉള്ളൂ. മറ്റൊരു വിവാഹത്തിനും ഞാൻ തയ്യാറാവില്ല. സമയമാവുമ്പോൾ ഞാൻ തന്നെ എല്ലാ അച്ഛനോടും ഏട്ടനോടും പറഞ്ഞ് ഞങ്ങളുടെ വിവാഹം നടത്തിയെടുത്തോളാം. ഈ വീഡിയോ കാണിച്ച് നിങ്ങളായി അച്ഛനെയോ ഏട്ടനെയോ അറിയിക്കരുതെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ്, അമ്മു പറഞ്ഞു. ഞാനായി ആരെയും അറിയിക്കില്ല. എന്നാൽ നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ അച്ഛനോ ഏട്ടനോ ഈ വിവാഹം നടത്തി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരാശയായിരിക്കും നിനക്കുണ്ടാവുക. നീ ഇപ്പോൾ പറഞ്ഞല്ലോ നിന്റെ ഏട്ടൻ അറിഞ്ഞാൽ കൊന്നുകളയുമെന്ന്. നിന്നെ ഒന്നും ചെയ്യേണ്ടാവില്ല, അവനെയായിരിക്കും കൊന്നുകളയാൻ പോകുന്നത്. നീയായി ഒരു പാവം ചെക്കൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തരുത്, ഹരി പറഞ്ഞു. അത് കേട്ട് അമ്മ ഒന്ന് ഞെട്ടി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അമ്മു, വഴിയിൽ നിന്ന് കരയണ്ട, കാറിൽ കയറ്, ഹരി പറഞ്ഞു. അപ്പോൾ അവൾ കാറിൽ കയറിയിരുന്നു. ഹരിയും കാറിൽ കയറി. എന്നിട്ട് അമ്മുവിനെ നോക്കി പറഞ്ഞു, അമ്മു, ദീപകിൻ്റെ കാര്യത്തിൽ നീ ഒന്നുകൂടി ചിന്തിക്കണം. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് നീ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ നിന്റെ അച്ഛനെയും ഏട്ടനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സമൂഹത്തിൽ നിലയും വിലയുള്ള വ്യക്തികളാ. ഈ ബന്ധം ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. സമൂഹത്തിലെ നിലയും വിലയും നോക്കി പ്രണയിക്കാനൊന്നും കഴിയില്ലായിരിക്കും. പക്ഷേ നിന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ നിലയും വിലയും നീയായി കളയരുത്. സ്വന്തം കുടുംബത്തിലായാലും ബിസിനസ് ഫീൽഡിലായാലും നിന്റെ അച്ഛൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരുണ്ടാവും. അവർ ഒരു തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർക്ക് നീയായി ഒരവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ, ഹരി പറഞ്ഞു. ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചാൽ അച്ഛനും ഏട്ടനും എന്ത് സംഭവിക്കുമെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങളും അച്ഛൻ്റെ ഏട്ടൻ്റെയും ഭാഗത്ത് നിന്നാ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട, അമ്മ പറഞ്ഞു. നിന്നോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ഹരി കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യൂ പ്ലീസ്, അമ്മ പറഞ്ഞു. ഇത് നിന്റെ ഏട്ടനെ കാണിക്കാനൊന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കട്ടെ, ഒരു പ്രൊട്ടക്ഷൻ ടൂൾ പോലെ. എൻ്റെയും രേവതിയുടെയും കാര്യം നീ ആരോടെങ്കിലും പറയുമെങ്കിലോ, ഹരി പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെന്ന്. പിന്നെന്തിനാ പേടിക്കുന്നത്, അമ്മു ചോദിച്ചു. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങളുടെ കാര്യം മറ്റാരും അറിയരുതെന്നുണ്ട്, ഹരി പറഞ്ഞു. ഇതുപോലെ എനിക്ക് കല്യാണം നോക്കി തുടങ്ങുന്നത് വരെ എൻ്റെയും ദീപകിൻ്റെയും കാര്യം വീട്ടിൽ അറിയരുതെന്ന് എനിക്കുണ്ട്, അമ്മു പറഞ്ഞു. അപ്പോഴേക്കും അവർ അടുത്ത സൈറ്റിലെത്തി. മുമ്പ് നിർത്തിയ അത്രയും ദൂരെയല്ലെങ്കിലും കുറച്ച് ദൂരെയായി ഹരി കാർ നിർത്തി. അരുൺ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തിയപ്പോൾ രാജശേഖരനും ജയയും അമ്മുവിൻ്റെയും കിരണിൻ്റെയും ജാതകവുമായി ജ്യോത്സ്യരെ കണ്ട് മടങ്ങിയെത്തിയിരുന്നു. ജ്യോത്സ്യരെ കണ്ടിട്ട് എന്തായി അച്ഛാ, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അരുൺ ചോദിച്ചു. അവർ പറഞ്ഞത് ശരിയാ അരുൺ, ജാതകങ്ങൾ തമ്മിൽ ചേരുന്നുണ്ട്, രാജശേഖരൻ പറഞ്ഞു. കിരൺ അടുത്ത ആഴ്ച എത്തുമെന്നല്ലേ പറഞ്ഞത്? അവർ തമ്മിൽ കണ്ട് സംസാരിക്കട്ടെ, അതിനു മുൻപ് ഒരു തീരുമാനത്തിലെത്തണ്ട, ജയ പറഞ്ഞു. കിരണിന് അമ്മുവിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു, അവന് ഇഷ്ടായി എന്നാ പറഞ്ഞത്. അവൾക്ക് പിന്നെ നമ്മൾ പറയുന്നതിന് എതിരഭിപ്രായമൊന്നും ഉണ്ടാകില്ല, അരുൺ പറഞ്ഞു.